ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തങ്കം സ്കൂളിൽ പോയതിന് ശേഷം ഉച്ച വരെയുള്ള ഒരു വ്ളോഗാണേ. ഇപ്പോൾ ഞാൻ വീടൊക്കെ പൂട്ടിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, ഞാൻ മീൻ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തങ്കം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചോറ് മീനും കഴിക്കും. അപ്പോൾ അതില്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ചെറിയ മുല്ലച്ചെടി, അതിൽ 3-4 മുട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തങ്കത്തിൻ്റെ ഫേവറേറ്റ് മൾബറിയാണ്. നമ്മളൊന്നും പറിക്കാറില്ല, എല്ലാം തങ്കത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ഞാനും മിഥുനും കൂടി മീൻ കടയിലേക്ക് പോയി. അപ്പോൾ എനിക്കും തങ്കത്തിന് മീനാണ് ഏറ്റവും ഇഷ്ടം, പക്ഷേ മിഥുന് മീറ്റ് വെറൈറ്റീസാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങിച്ചിട്ട് അത് നോക്കുമ്പോൾ കൊഴുവ ക്ലീൻ ചെയ്ത് വെച്ച കൊഴുവയുണ്ട്, തങ്കത്തിൻ്റെ ഫേവറേറ്റ് മീൻ. അപ്പോൾ അതും 1 കിലോ വാങ്ങിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ബീഫിൻ്റെ നെഞ്ചിൻ്റെ എല്ലൊക്കെ കണ്ടത്. അപ്പോൾ മിഥുൻ പറഞ്ഞു എന്നാൽ എല്ലും കപ്പിയും വയ്ക്കാമെന്ന് വെച്ചിട്ട് ഞാനത് 1 കിലോ വാങ്ങിച്ചു. അപ്പോൾ കപ്പി അവിടെ ഉള്ളതുകൊണ്ട് അതും ലാഭം. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 1 കിലോ കപ്പിയും വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് പോന്നപ്പോൾ ഞാൻ അവരോട് മീൻ നേരാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ട് തരണം, പൂച്ചകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേസ്റ്റൊക്കെ ഞാൻ വന്ന ഉടനെ തന്നെ പൂച്ചകൾക്ക് കൊടുക്കുകയാണ്. അവർക്ക് ഭയങ്കര വിശപ്പാണ്. പൂച്ചകൾക്ക് കൊടുത്താൽ മാത്രം പോരാ, വേറെയുണ്ട് 2 ആൾക്കാർ, 2 കാക്കകൾ, രമണനും രമണിയും. അപ്പോൾ അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചില്ല. അപ്പോൾ സ്ഥിരം അവർക്ക് ഞാൻ കൊടുക്കണതാണ്. ആ പ്ലേസിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. പൂച്ചയ്ക്ക് കൊടുത്താൽ കാക്കയ്ക്ക് കുശുമ്പ്, കാക്കയ്ക്ക് കൊടുത്താൽ പൂച്ചയ്ക്ക് കുശുമ്പ്. അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മ പറയും, ഏത് മൃഗമാണോ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു പണിയും ചെയ്യില്ലെന്ന്. ഈ പൂച്ചോളൊന്നും അറിഞ്ഞൊരു എലീനെ പിടിക്കില്ല, ഒരു പണിക്കും പോയില്ല. രാവിലെ തൊട്ട് കിടപ്പാ, ഭക്ഷണം കഴിക്കുക, കിടക്കുക. ഈ കാക്കകൾ അതുപോലെ തന്നെയാണ്, ഈ ചുറ്റുപരിസരത്ത് തന്നെ ഉണ്ടാവും. നമ്മളുടെ 3 നേരം കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഈ എല്ലൊക്കെ നല്ലോണം വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച് ഇപ്പോൾ കഴുകി ഊറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉണ്ട്, ദശകഷ്ണങ്ങളും ഉണ്ട്. അങ്ങനെ ഞാനതൊരു കുക്കറിലേക്ക് മാറ്റി. അപ്പോൾ നല്ല എല്ലാണെന്നൊക്കെ, എല്ലു മാത്രമല്ല ഇറച്ചിയും ഉണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഒരു 2 മീഡിയം സൈസ് സവാളയും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള കരുവേപ്പിൻ്റെ ഇലയും കുറച്ചിട്ടു. കരുവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ മസാലയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗരം മസാലയും പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയിട്ടാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾക്ക് ഇവിടെ അധികം സ്പൈസ് വേണ്ട, തങ്കത്തിനും അതേ മിഥുനും അതെ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ടാണ്. പിന്നെ ഞാൻ 1/4 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം തിരുമുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്പൈസ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടം പോലെ ഇടാൻ കേട്ടോ. ഞാൻ ഇത്രേ ഇടാറുള്ളൂ, ഇവിടെ സ്പൈസ് അധികം ആൾക്കാർക്ക് പറ്റില്ല. അപ്പോഴാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല എന്ന് ഓർത്തത്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. ഞാനൊരു 7-8 വിസിൽ വരെ പോയി കേട്ടോ. ആ സമയത്ത് ഞാൻ വീണ്ടും കപ്പയെല്ലാം ക്ലീൻ ചെയ്തിട്ട് കപ്പയെല്ലാം വെട്ടി വെക്കുകയാണ്. കപ്പയെല്ലാം ഞാനിങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ കപ്പയെല്ലാം നല്ല കപ്പയായിരുന്നു. നല്ല വെന്ത് വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് അത് ഊറ്റി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് എൻ്റെ ബീഫൊക്കെ വെന്ത് എല്ലാം പെർഫെക്റ്റായി, നല്ല നെയ്യൊക്കെ ഉണ്ട്. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, കാരണം എന്നാലും എനിക്കത് ഇളക്കാൻ എളുപ്പം. എന്നിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് ബീഫിൻ്റെ മുകളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയുക കപ്പയും കൂടി എടുത്തിട്ടിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുകയാണ്. അതിങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് അതിനെ കുഴക്കണം. ഇവിടെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം, കപ്പയൊന്നും ഇല്ലാതെ. അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം കുഴച്ചെടുത്ത് വീണ്ടും ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും പറഞ്ഞാൽ തിക്കാവേണ്ട, നെയ്യുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തിക്കൊക്കെ ആവുന്നു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് തൂവിയെടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കപ്പ ബിരിയാണി, അല്ലെങ്കിൽ എല്ലും കപ്പിയും. അപ്പം ഞങ്ങൾക്ക് ഇതും പറഞ്ഞ് കാണാൻ നല്ല അടിപൊളിയാണെന്നൊക്കെ. പിന്നെ തങ്കം വന്ന് ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി തങ്കത്തിന് കപ്പ, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ തങ്കം ഞാനും കൂടി ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ തങ്കം പറഞ്ഞ കിടലിനാണ്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.